സൺറൈസ് കാണാൻ പോകുന്നു. ഇത് ഡേ 3 ഓഫ് നേപ്പാളാണ്. ഓക്കെ, അപ്പം ഡേ 3 ഓഫ് നേപ്പാൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോവാണ്. പോവാം. ഓക്കെ, ഇപ്പം സമയം 4 മണി. ഞങ്ങൾ മഹാദേവ് ഹോട്ടലിലാണ് കേട്ടോ, അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ മുടിയിൽ എപ്പോഴും കൊടുക്കുന്നത് തേച്ച് പിടിക്കുന്നുണ്ട്. എനിക്ക് ഉറക്കം മതിയായിട്ടില്ല, അതിൻ്റെ പ്രാന്ത്. ഞാനിത് ഉറങ്ങാത്തോണ്ട് എനിക്ക് ഉറപ്പില്ല. ഒരു എക്സ്പ്രഷൻ ഞാൻ അവിടെ നിൽക്കുന്ന എക്സ്പ്രഷൻ. അങ്ങനെ രാവിലെ ഈ ഫോഗൊക്കെ കണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് ബസ്സിൽ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴാണെങ്കിലും നല്ല കുഞ്ഞു കുഞ്ഞ് കളർഫുള്ളായിട്ടുള്ള വീടുകളൊക്കെ നല്ല കുഞ്ഞായിട്ടാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. പിന്നെ ഈ കാണുന്ന സേത്തി റിവറാണ്. പിന്നെ ഈ ഒരു മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ക്ലിയറായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര പോലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. അപ്പം നേരിട്ട് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഒരു മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു, ഓരോ മൗണ്ടെയിൻസിൻ്റെ പേരെന്തൊക്കെയാണ് അതൊക്കെ നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ എൻജോയ് ഒക്കെ ചെയ്തു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. അപ്പം നല്ലൊരു വ്യൂവും നല്ലൊരു ക്ലൈമറ്റും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലത് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. ശരിക്കും സൺറൈസ് കാണാനാണ് പോയതെങ്കിലും സൺറൈസ് മര്യാദയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ സൺ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് നല്ല തണുപ്പത്തെ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. മരം, രുദ്രാക്ഷത്തിൻ്റെ മരം. ഹായ്, ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ പൊക്കറയിലുള്ള. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. മോർണിംഗത്തെ ഫുഡ് ഇപ്പോഴാണ് കഴിച്ച്. നമ്മളിപ്പോൾ ശ്രീ വിന്ധ്യവാസിനി ടെമ്പിളിലേക്കാണ് പോകുന്നത്. നടത്തിയിട്ട് കാണാം. നല്ല രസമുണ്ട്, മണിയടിക്കാൻ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ലീജൻസിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഫീഡ് ചെയ്യണമെന്നൊരാഗ്രഹം. ഇങ്ങനെ ഒരു നല്ലൊരു ക്യൂട്ട് ഗേൾ എനിക്കത് ഫീഡ് ചെയ്യാനായിട്ടുള്ള സാധനം തന്നു. അപ്പോൾ ഞാനും ഫീഡ് ചെയ്തു. എനിക്ക് ഇഷ്ടമായത്. താങ്ക് യു. നല്ല അമ്പലം, ഭയങ്കര ഇഷ്ടമായി. നമ്മളെ ഈ അമ്പലത്തിൽ നിന്ന് നല്ല പ്രാർത്ഥിച്ചു. നല്ല അമ്പലമായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമായി ഈ അമ്പലം. അവിടുന്ന് വാങ്ങിയതാ, ഈ അവസാനത്തത് ലാസ്റ്റ് അവിടുന്ന് വാങ്ങിയതാ. എന്റേതും പുതിയതാ. അമ്പലത്തിൽ നിന്ന് തുറക്കുന്ന പൊട്ടേ. ഞങ്ങളിപ്പോൾ മഹേന്ദ്ര കേവിലെത്തി. ഞങ്ങൾ കാണിച്ചത് അയ്യോ, ഇവിടെ ഫുൾ വെള്ളമാണ് തലക്കൂടെ. അങ്ങനൊരു കേവാണ്. ഇവിടെ കറക്റ്റ് വെളിച്ചോണ്ട് കേട്ടോ. ഇവിടെ തലക്കൂടെ ഇങ്ങനെ വെള്ളം ഒറ്റിക്കൊണ്ടേ നിൽക്കും. ഐ മീൻ തലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒറ്റിക്കൊണ്ടേ നിൽക്കും. കാണിച്ചു ഇങ്ങനെ പോവന്നെ, കുറേ ഇങ്ങനെ പോവുക. അതന്നെ. അങ്ങനെ കേവിൻ്റെ ഉള്ളിൽ നടന്നെത്തിയപ്പോഴാണെങ്കിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു നമ്മുടെ പേര് പറഞ്ഞാലും നമ്മുടെ പല കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു തന്നു. അത് ചെറുതായിട്ട് ഞെട്ടിക്കലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രിങ്കൊക്കെ കുടിച്ചു പുറത്തിറങ്ങിയിട്ട്. അത് അത് കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ പോയതാണ് ഈ സേത്തി റിവർ. ഇതായിരുന്നു നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന്, നമ്മൾ രാവിലത്തെ സൺറൈസ് ചെയ്യുന്ന വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കണ്ട ആ ഒരു റിവറിൽ നിന്ന് വന്ന ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ കണ്ടത്. ഇത് ലൈംസ്റ്റോൺ വാട്ടർ അങ്ങനെയാണ് പറയുക. സതി റിവർ
നല്ല ഒരു പാലിൻ്റെ കളർ വെള്ളമാണ് വരുന്നത്. ഇതാണ് ഹൈഡ്രോളിസിസിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. കേട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. ബൈ. എന്നിട്ട് വേറൊരു കുറി തൊട്ടു. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ കുറിയാണ്. അടിപൊളി സാധനം കാണിച്ചേ. നോക്കിക്കാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെ ഒഴുകി കറക്റ്റ് പാലിന്റെ കളർ കേട്ടോ. പാലിന്ന് വെച്ചാൽ പാല്. ഇപ്പൊ നമുക്കൊരു ഫേസ് കട്ട് ഉണ്ടെന്നല്ലേ ഉണ്ടോ പറയും. ഞങ്ങൾക്ക് ഫേസ് കട്ട് ഉണ്ടോ? നമ്മൾ ഡേവിസ് ഫാൾസ് തട്ടി. അല്ല, ഡേവിസ് ആയിരുന്നു ആദ്യം. ഇപ്പൊ ഡേവിസ് അല്ല. പിന്നെ അത് ഒരാൾ സൂസൈഡ് ചെയ്തപ്പോൾ ഡെവിൾസ് ആണ്. ഡബിൾസ് ആയി. സ്വിസത്തെ ഏതൊരു ലേഡി മരിച്ചു. ഡബിൾസ് വാട്ടർഫോൾസ് അല്ല വാട്ടർഫോൾസ് ആയി. അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെയാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരിക. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആൾക്കാർ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കറക്റ്റ് ആ ഒരു പ്ലേസിൽ തന്നെ കോയിൻ വീണാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. കുറേ പേരുടെ പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ട്രൈ ചെയ്താണ്. എൻ്റെ കയ്യിൽ വീണിട്ടില്ല കേട്ടോ. ഞാനൊന്നും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഷോപ്പ് ചെയ്യാനാ? അയ്യ, ഷോപ്പിങ്ങിന് പോട്ടെ. നമ്മൾ കുറേ ഷോപ്പ് ചെയ്തു കേട്ടോ. ഇതാ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ട് നല്ല ചോറും പായസമൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഇറങ്ങി. രാവിലെ എണീച്ചതായതുകൊണ്ട്, പുലർച്ചെ എണീച്ചുകൊണ്ട് ഒരു നല്ലൊരു ഉറക്കം ഇറങ്ങി. വൈകുന്നേരം ലേറ്റായി എണീക്കും. നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എണീച്ചതാണ്. കയാക്കിങ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഹിയോലേക്കിലും നോക്കാം നടക്കും. ഞാനും എൻ്റെ ഗൈഡ് ആ മൂപ്പര് കൊടുത്തു. എന്താ പറയാനില്ല. അങ്ങനെ രണ്ടു ഓടി കയറാൻ പറ്റുന്ന കഴിയും. അക്ഷര അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഫ്യൂവലേക്കിൽ നടത്തുന്നൊരു സെറിമണിയാണ് ഈ ആരതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും കണ്ടോളൂ. ഞാൻ കേട്ടത് അപ്പുറത്തെ ആ ഒരു ഐലൻഡിൽ ഇങ്ങനെ ഒരു ടെമ്പിൾ കാണാം. ആ ഇത്രയും ലൈറ്റ് കാണുന്ന ആ ഒരു ടെമ്പിളാണ്. അവിടേക്ക് നോക്കിയിട്ടാണ് ഈ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ആരതി പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ ഇനി ബാഗൊക്കെ പാക്ക് ചെയ്തു. നാളെ രാവിലെ 7 മണിക്ക് പോകണം കാഠ്മണ്ഡുവിലേക്ക്. അല്ലേ അമ്മ? അങ്ങനെ ഇല്ല കേട്ടോ പറയാ. എന്തോ ആ ഒരു ടെമ്പിളാണ്. പിന്നെ അവിടെ ക്യാബിൻ ക്രൂ എന്നൊക്കെ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ വരിക. കേബിൾ കാറിന് പോകുന്നുണ്ട്. അപ്പം അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എവിടേക്കാ പോകുന്നത്? എന്താ ഇവിടെ ഇപ്പം നല്ല തണുപ്പാട്ടോ. എനിക്ക് നല്ല തണുക്കുണ്ട്. ഇനിയിപ്പോൾ AC ഇട്ടിട്ടാണോ അറിയില്ല. ഈ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇപ്പം പൊക്ര കഴിഞ്ഞു. പൊക്ര നല്ല സ്ഥലമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി പൊക്ര. അത് നല്ല സ്ഥലമല്ലേ. ഇന്ന് കണ്ട സൺറൈസ് ആണെങ്കിലും പിന്നെ പോയ പൊട്ടുതൊട്ടൊക്കെ തരുന്നൊരു അമ്പലമുണ്ട്. എന്തെങ്കിലും അമ്പലം? ശ്രീ വിന്ധ്യാഭ്യാസിയില്ലേ? വിന്ധ്യാഭ്യാസി അമ്പലം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മഹേന്ദ്ര കേവ് നല്ലതായിരുന്നു. ഇന്നത്തെ ഡേ കണ്ടതൊക്കെ നല്ലതായിരുന്നു. ടണലും സതീ റിവർ
ഡേവിസ് ഫാള്, സതി റിവർ, മഹേന്ദ്ര കേവ്, ലൈം സ്റ്റോൺ വാട്ടർ എന്തോ അതെന്തോ ഹൈഡ്രോളിസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ വാട്ടർ. പിന്നെ കയാക്കിങ് ഒക്കെ ചെയ്തു. ആരതി ഇതൊക്കെ ഒന്ന് കണ്ടു. അതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങൾ. അപ്പം അതൊക്കെ കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. ഒക്കെ നല്ല വൃത്തിക്കും കണ്ടു. അപ്പം ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.